السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി പുതിയൊരു അധ്യായമാണ് തുടങ്ങാനുള്ളത്. നേരത്തെ ആഫത്തുൽ ലിസാൻ്റെ പാഠമാണ് അവസാനിച്ചത്. 263 പേജിൽ അൽബാബുൽ ഖാമിസ് വൽ ഇശ്റൂൻ 25-ാമത്തെ അധ്യായം ഫി ആഫത്തിൽ ഗളബ് വൽ ഹിഖദ് വൽ ഹസദ് ഇതിനെക്കുറിച്ചാണ്. ഗളബ് ദേഷ്യത്തിൻ്റെ ദുരന്തം, വൽ ഹിഖദ് വൽ ഹസദ്, ഹിഖദ് ഹസദ് എന്നൊക്കെ പറഞ്ഞാൽ അസൂയ, പോര് എന്നൊക്കെ അർത്ഥം. മറ്റൊരുത്തനോട് അസൂയ ഉണ്ടാവുക, ഈ അസൂയ കൂടുമ്പോൾ അതിന് പോര് എന്ന് പറയും. മനസ്സിലെ കിടുമ്പ് പോര് എന്നൊക്കെ പറയല്ലേ നമ്മൾ. ഇത്തരം കാര്യങ്ങളുടെ ആഫത്തിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ദേഷ്യം ഇതൊക്കെ എന്താണ്, അസൂയ എന്താണ്, അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, അത് മാറ്റാനുള്ള ചികിത്സ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ സ്വാഭാവികമായിട്ടും പറയാം. യഅലം, നീ മനസ്സിലാക്കുക, അന്നൽ ഗളബ നാറുൻ മുസ്തകിന്നത്തുൻ ഫിൽ ഖൽബ്. ഈ ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തീനാളമാണ്, ഒരു തീ. എങ്ങനെ ഒളിഞ്ഞിരിക്കുന്നു? ഇസ്തിക്നാനൽ ജമരി തഹ്ത റുമാദ്, വെണ്ണീരിൻ്റെ താഴെ തീക്കട്ട ഒളിഞ്ഞിരിക്കുന്നത് പോലെ. വെണ്ണീര് കൂട്ടിവെച്ചതിൻ്റെ അടിയിൽ ഒരു തീക്കട്ട ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെറിയ രീതിയിൽ പുകയുള്ളൂ. നമ്മൾ ആ വെണ്ണീരിങ്ങനെ നീക്കിയിട്ട് ആ തീക്കട്ട ഊതിയാൽ അതിങ്ങനെ കത്തും, വല്ല സാധനങ്ങളിൽ നിന്ന് കത്തിച്ചെടുക്കാൻ കഴിയുകയൊക്കെ ചെയ്യും. പക്ഷേ വെണ്ണീരിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ചിലപ്പം അങ്ങനെ കിടക്കും, തീക്കട്ട ഇവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ അങ്ങനെ കിടക്കും. ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നൊരു സാധനമാണ് ഈ ഗളബ്, ദേഷ്യം എന്ന് പറയുന്ന സാധനം. തസ്തഖ്രിജുഹൽ കിബറു, കിബറാണ് ആ ദേശത്തെ പുറത്തെടുക്കുന്നത്. മിനദ്ദഫീൻ, മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന്, അഥവാ ഉള്ളിൽ കിടക്കുകയാണ് അറിഞ്ഞില്ലേ. ഇങ്ങനെ ചാരം മൂടി കിടക്കുന്ന ഈ സ്വഭാവത്തെ പുറത്തെടുക്കുന്നത് മനുഷ്യൻ്റെ അഹങ്കാരമായിരിക്കും. കാരണം നമ്മൾ ദേഷ്യം പിടിക്കണപ്പോഴാണ്, കിബറിന് ദേഷ്യവുമായിട്ട് ബന്ധമുണ്ട്. നമ്മളെപ്പോൾ ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അപ്പോൾ നമുക്ക് ദേഷ്യപ്പെടാൻ കാരണം ഞാൻ അങ്ങനെ ചെയ്യപ്പെടേണ്ടവനല്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഒരാൾ ചീത്ത വിളിച്ചു ഉദാഹരണം, അപ്പം നമുക്ക് ദേഷ്യം പിടിച്ചു. അപ്പോൾ ഞാൻ ഈ ദേഷ്യം പിടിക്കുന്നതിൽ കിബറിന് പങ്കുണ്ടെന്ന് പറയാനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഓനോട് ദേഷ്യം പിടിക്കാൻ കാരണം എന്തായിരിക്കും? എന്നെ അവൻ ചീത്ത വിളിച്ചിരിക്കുന്നു, ഞാനങ്ങനെ ചീത്ത വിളിക്കപ്പെടാൻ അർഹനാണോ? അപ്പം ഞാൻ വലിയൊരാളാണല്ലോ, ഞാനൊരു ചെറിയ ആളാണെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ ചീത്ത പറയപ്പെടേണ്ടവനാണ് എന്ന് വിചാരിക്കും. അപ്പം പിന്നെ ദേഷ്യമൊന്നും ഉണ്ടാവില്ല, മനസ്സിലാവുണ്ടാവുമല്ലോ. അപ്പം കിബറിനൊരു പങ്കുണ്ട് ദേഷ്യം പുറത്തിറക്കുന്നത്. മനുഷ്യൻ്റെ കിബർ ആണ് ദേഷ്യത്തെ പുറത്തിറക്കുന്നത്. കിബറില്ലാത്ത ആളുകൾക്ക് ദേഷ്യം പിടിക്കാൻ അപൂർവ സാധ്യതകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കിബർ അതിനെ പുറത്തെടുക്കുന്നു. വലഅല്ലഹു മിനന്നാരി അല്ലത്തി ഖലഖ മിൻഹ ശൈത്താൻ, ഷൈത്താനെ പടക്കപ്പെട്ട തീയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ദേഷ്യത്തെ പടക്കപ്പെട്ടിട്ടുണ്ടാവുക. ദേഷ്യം എന്നത് തന്നെ തീയിൽ നിന്നായിരിക്കണം. പിശാചിനെ പടക്കപ്പെട്ടത് തീയിൽ നിന്നാണല്ലോ. ആ തീ കൊണ്ട് തന്നെയായിരിക്കും എന്തും പടക്കപ്പെട്ടിട്ടുണ്ടാവുക, ദേഷ്യത്തെയും പടക്കപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ദേഷ്യത്തെക്കുറിച്ച് നമ്മൾ നിർവചനം പറഞ്ഞെടുത്ത്, ഡെഫിനേഷൻ പറഞ്ഞെടുത്ത് തന്നെ എന്ത് പറഞ്ഞു? നാറും മുസ്തകിന്നത്തുൻ ഫിൽ ഖൽബ് ഇസ്തിക്നാനൽ ജംരി തഹ്ത റുമാദ് എന്നാണ് പ്രയോഗിച്ചത്. അങ്ങനെ ചാരത്തിനടിയിൽ കിടക്കുന്ന കനൽ പോലെ ആണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദേഷ്യം എന്ന്. ഇത് നമ്മൾ ദേഷ്യത്തിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞതാണ്. ഇനി ബയാനു ദംബിൽ ഗളബ്, ദേഷ്യത്തെ ആക്ഷേപിക്കൽ, ദേഷ്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ. റവാ അബൂ ഹുറൈറ അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മുർനി ബിഅമലിൻ വഉഖല്ലിൽ, മുർനി ബിഅമലിൻ, എന്നോട് അങ്ങ് കൽപ്പിക്കണം, ബിഅമലിൻ, ഒരു അമൽ കൽപ്പിക്കണം.
ഞാൻ അതിൽ നിന്ന് ഖലീലിനെ സ്വീകരിക്കുമ്പോൾ മുഖല്ലിൽ എനിക്ക് കുറച്ചേ ചെയ്യാൻ കഴിയുള്ളൂ എന്നർത്ഥം. എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. എനിക്ക് കുറേ അമലിങ്ങനെ പറഞ്ഞു തന്നിട്ട് എനിക്കതൊന്നും ഒരുപാട് ചെയ്യാനൊന്നും നേരമില്ല. നമുക്ക് റസൂലുള്ളാഹിനോട് ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ പറ്റിയിരുന്നു ആളുകൾക്ക് എന്ന് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ അമൽ കൽപ്പിച്ച് തരണം, കുറച്ചേ പറ്റുള്ളൂ, എനിക്ക് കുറേ അമൽ ചെയ്യാൻ കഴിയൂല, ഞാൻ ഖലീൽ ചെയ്യാനേ എനിക്ക് കഴിയുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മറുപടി നലാത്തകുള്ള ദേഷ്യം പിടിച്ചണ്ട, വേറൊന്നും ചെയ്യണ്ട. നോക്കൂ, നബി തങ്ങൾ കൊടുത്തൊരു ഉപദേശമാണിത്. എനിക്ക് നിങ്ങൾ കുറച്ച് കാര്യം പറഞ്ഞു തരാൻ പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങളെ ഉപദേശം ലാത്തകുള്ള ദേഷ്യം പിടിച്ചത്. അപ്പോൾ ഈ വന്നാൾ വലിയ ദേഷ്യക്കാരനായിരിക്കും, അതുകൊണ്ട് അയാളോട് ഇങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കണം. സുമ്മ ആദ അലൈഹി, വീണ്ടും അയാൾ ചോദ്യത്തെ മടക്കി എന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ലാ തഗ്ലബ് എന്ന് മാത്രം പറഞ്ഞപ്പോൾ അയാൾക്ക് ഇതിപ്പോൾ അതിനകത്ത് ഒന്നും ഇല്ലല്ലോ, കാരണം മൂപ്പര് ഒന്നും വേണ്ട, വളരെ ചെറുത് മതി പറഞ്ഞതാണ്. അപ്പോഴാണ് നബിതങ്ങൾ ലാ തഗ്ലബ്, ദേഷ്യം പിടിക്കരുതാണ്. അപ്പോൾ ദേഷ്യം പിടിക്കരുതാണ് മൂപ്പർക്ക് ഇതിപ്പോൾ വലിയൊരു കാര്യമല്ലല്ലോ തോന്നുകയാണ്. അപ്പോൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. റസൂലുള്ള വീണ്ടും പറഞ്ഞു ലാ തഗ്ലബ്, ദേഷ്യം പിടിക്കരുത്. നോക്കുമ്പോൾ ദേഷ്യം പിടിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട അമലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ദേഷ്യം പിടിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അമലാണ്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തഉദ്ദൂന അസ്സുറഅത ഫീക്കും, നബി തങ്ങൾ ചോദിച്ചു മാ തഉദ്ദൂൻ, നിങ്ങളെന്താണ് എണ്ണുന്നത്, അസ്സുറഅത ഗുസ്തിയെ, ഫീക്കും നിങ്ങളിൽ എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ഗുസ്തിയെ നിങ്ങൾ കണക്കാക്കുന്നത്. അതായത് ഗുസ്തി എന്ന് പറഞ്ഞാൽ എന്താണ് നബി തങ്ങൾ ചോദിക്കുകയാണ്. ഗുസ്തി പിടിക്കുന്ന ആളുകളായിരിക്കുമല്ലോ വലിയ ശക്തിയുള്ള ആളുകൾ. ഗുസ്തി മത്സരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, വലിയ ശക്തവാന്മാരും വലിയ മസിൽ പവറുള്ള ആളുകളായിരിക്കും. അപ്പം നബി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെക്കുറിച്ചാണ് നിങ്ങൾ വലിയ ഗുസ്തിക്കാരെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു അല്ലദീ ലാ യസ്റഉഹുർ റിജാൽ, അല്ലദീ ലാ യസ്റഉഹുർ റിജാൽ, ആണുങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ആളാകുന്നു. കുറേ ആൾക്കാർ കൂടിയാലും അവനെ കുത്തി വീഴ്ത്താൻ കഴിയില്ല, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വലിയ ഗുസ്തിക്കാരെന്ന് നമ്മൾ പറയല് എന്ന് പറഞ്ഞു സ്വഹാബത്ത്. അല്ലദീ ലാ യസ്റഉഹുർ റിജാൽ ഖാൽ, അപ്പം നബി തങ്ങൾ പറഞ്ഞു ലൈസ ദാലിക, അവനല്ല. വലിയ ഗുസ്തിക്കാരനെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് തള്ളിയിടാൻ കഴിയാത്ത ആൾ എന്നല്ല ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കും കണക്കൂട്ടുക, പക്ഷേ യഥാർത്ഥം അങ്ങനെയല്ല. വലാകിൻ അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തവാൻ, നബി തങ്ങൾ പറഞ്ഞു. ഇതേ ആശയം വരുന്ന ഹദീസുകൾ വേറെ ഉണ്ടാവും കേട്ടോ. ലൈസ ശദീദു ബിസ്സുറഅ വഇന്നമ ശദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, അങ്ങനെയൊക്കെ ഹദീസിൽ കാണാം. ദേഷ്യം കണ്ട് പിടിക്കുമ്പം നമ്മളെ മനസ്സിനെ നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ സംഗതി. അതിന് ചില്ലറ ക്ഷമയൊന്നും പോരാ, ഭയങ്കര ശക്തി വേണം അതിന്. നമുക്ക് ദേഷ്യം പിടിച്ചാൽ നമുക്ക് എന്താ പറയാന്നുള്ളതോ എന്താ ചെയ്യാന്നുള്ളതോ ഉണ്ടാവില്ല. അങ്ങോട്ടൊക്കെ കഴിഞ്ഞിട്ട് അത് ഞാൻ ആ ദേഷ്യത്തിലോട് പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ ദേഷ്യത്തിൽ അങ്ങനെ ആയിപ്പോയതാണെന്ന് പറയും. സംഭവം എന്താണ്, ദേഷ്യം പിടിക്കുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ദേഷ്യം നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു എന്നർത്ഥം. യഥാർത്ഥത്തിൽ ദേഷ്യം ഒരിക്കലും ഒരാളെ നിയന്ത്രിക്കരുത്, നാം ദേഷ്യത്തെ നിയന്ത്രിക്കണം. ദേഷ്യം മനുഷ്യന് സ്വാഭാവികമായിട്ടും വരും, അതുറപ്പാണ്. നേരത്തെ പറഞ്ഞല്ലോ, പിശാചിനെ പടച്ച തീ കൊണ്ട് തന്നെയാണ് ഇതിനെയും പടച്ചിട്ടുള്ളത്. അത് ആ അംശങ്ങളൊക്കെ നമ്മിലുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വരും. പക്ഷേ വരുന്നതിനനുസരിച്ച് റിയാക്ട് ചെയ്യരുത്. റിയാക്ഷൻ ദീനിൻ്റെ രീതിയിലായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ദേഷ്യത്തെ നാം നിയന്ത്രിക്കുന്നവരാകും. അല്ലെങ്കിൽ ദേഷ്യമെന്ന് പറയുന്ന സ്വഭാവം നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ അപകടമായിരിക്കും. അപ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ സ്വന്തത്തിനായിട്ട് നിയന്ത്രിക്കാൻ പറ്റുക, അവിടെ നിൽക്കട്ടെ, ഒതുക്കിയായിട്ട് നിർത്താൻ പറ്റുക. ദേഷ്യമൊക്കെ ഉണ്ടാവും, കടിച്ചമർത്താനായിട്ട് കഴിയപ്പോൾ അതൊരു നല്ല സ്വഭാവമാണ്. അതിന് ഭയങ്കര ശക്തി വേണ്ടി വരും, നല്ല കുവ്വത്ത് വേണം. ആ കുവ്വത്തിനെ കുറിച്ചാണ് നബി തങ്ങളാ ചോദിച്ചത്, ആരാണ് ഗുസ്തിക്കാരൻ നിങ്ങൾക്കറിയോ. അപ്പോൾ സഹാബത്ത് സ്വാഭാവികമായിട്ടും മറുപടി പറഞ്ഞു. ആ സ്വാഭാവിക മറുപടി നബി തങ്ങൾ തിരുത്താണ്. വലിയ ശക്തിക്കാരൻ എന്ന് പറഞ്ഞാൽ, വലിയ ശക്തിയുള്ളവൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുമ്പോൾ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഗളബ അഹദുൻ ഇല്ലാ ഉശ്ഫിയ അലാ ജഹന്നം, ഒരാളും തന്നെ ദേഷ്യം പിടിക്കുകയില്ല നരകത്തിൻ്റെ മേലെ അവനെ ഒഴിവാക്കപ്പെട്ടിട്ടല്ലാതെ. ദേഷ്യം കണ്ട് വരുന്ന സമയത്ത് നാം നരകത്തിൻ്റെ വക്കത്താണ് എന്ന് ആലോചിക്കണം. പിന്നെ കാരണം ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്തും ചെയ്യേ, പിന്നെ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. അപ്പോൾ നരകത്തിലേക്ക് ചാടാൻ സൗകര്യം വളരെ കൂടുകയാണ്. അപ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ നരകത്തിൻ്റെ വക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ വക്കത്തെത്തിയമാതിരിയാണ്. ഒരു സാധനത്തിൻ്റെ വക്കത്തെത്തി കഴിഞ്ഞാൽ
തമ്പിലെത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടും വീഴാം ഇങ്ങോട്ട് പോരും ചെയ്യാം. അപ്പം ദേഷ്യം കണ്ട് പിടിക്കുമ്പോൾ നരകത്തിൻ്റെ ബക്കത്തെത്തും, ഏറ്റവും സൈഡിലെത്തും. കാരണം പല തോന്നിയാസം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നരകത്തിലേക്ക് വീഴാൻ കാരണമായി തീരും. അതാ മാ ഖളബ അഹദുൻ ഇല്ലാ ഉഷ്ഫിയ അലാ ജഹന്നം. ഇനി ബയാനു ഹഖീഖത്തുൽ ഖളബ്, എന്താണ് ഈ ഖളബ് എന്ന് പറയട്ടെ. ഇപ്പം നമ്മൾ ഖളബിനെ നമ്മൾ ദമ്മെയ്തതാണ്. ഇപ്പം ഇനി ഖളബ് എന്താന്ന് പറയാൻ പോവാണ്. ഇവലം അന്നല്ലാദമിയ മനുഷ്യൻ ലമ്മാക്കാന മുഅറളൻ ലിഅൻ യുഖ്സദ ബിൽ ഇഹ്ലാക്കി, ഇഹ്ലാക്കിനെ ഉദ്ദേശിക്കപ്പെടലിലേക്ക് വെളിവാക്കപ്പെട്ടയാളായതിനാൽ മനുഷ്യന് ഒരു വിഷയം മനസ്സിലാക്കുക, അർത്ഥം തന്നെ വെക്കാം. മനുഷ്യന് പല നിലക്കുള്ള ദുരന്തങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. അതാണ് ഇഹ്ലാക്കിലേക്ക് ഉദ്ദേശിക്കപ്പെടൽ കൊണ്ട് മുഅറളായാണ്. മനുഷ്യനെ എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിൻ്റെ മുമ്പിൽ? ഇഹ്ലാക്കിൻ്റെ മുമ്പിൽ. ആർക്കും ഒന്ന് എന്തും ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ജീവിതത്തിൽ ദേഷ്യം നമുക്ക് ആവശ്യമാണെന്നാണ് പറയാൻ പോണത്. കാരണം മനുഷ്യനെ ഇഹ്ലാക്ക് ചെയ്യാൻ പലയാതി സാധനങ്ങളുണ്ട്. മനുഷ്യന്മാരുണ്ട്. നമ്മളാരെങ്കിലും ആക്രമിക്കാൻ വന്ന് നമുക്ക് പാമ്പ് പിടിച്ചു, നമുക്ക് കൊതു ഒന്നായിട്ട് കുത്തും. അങ്ങനെ എല്ലാ ജീവികളും ഏറ്റവും ചെറുതും കുറച്ച് വലുതും പറഞ്ഞതാണ്. നമ്മൾ ചിലപ്പം സിംഹം പിടിക്കും, ആന വന്ന് നമ്മളെ പിടിക്കും. നോക്ക്, നമ്മളെ ഹലാക്കാവാൻ എന്തൊക്കെ വഴികളുണ്ട്. ഇപ്പം മനുഷ്യന്മാർ നമ്മളെന്തെങ്കിലുമൊക്കെ പറയും, നമ്മളെ അടിക്കും, നമ്മളെ വീഴ്ത്തും, നമ്മളെ കുത്തുമൊക്കെ ചെയ്യും. അപ്പം മനുഷ്യന് നശിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കുറേ ഉണ്ട്, ഹലാക്കിൻ്റെ വഴികളൊക്കെ. അത്തരം ഹലാക്കിൻ്റെ സാധനങ്ങൾ ഉണ്ടാകുമ്പം പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കണമെങ്കിൽ ദേഷ്യം വേണം. ഒരാളിപ്പോൾ നമ്മളങ്ങനെ വന്നിട്ട് ഇങ്ങനെ അടിച്ച് പൊത്തിരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനൊരു ദേഷ്യമില്ല, അവനങ്ങനെ നിൽക്കുകയാണ്. ജീവൻ പോകില്ലേ? കാരണം ഇവൻ എന്തെങ്കിലും നിലക്കൊന്ന് പ്രതികരിക്കണമെങ്കിൽ ദേഷ്യം എന്ന സാധനം ഇളകണ്ടേ. ദേഷ്യം ഇളകാതെ ആർക്കൊന്നും പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. അപ്പം മനുഷ്യൻ ഇഹ്ലാക്കിൻ്റെ, മനുഷ്യൻ നശീകരണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നയാളായതുകൊണ്ട് വക്കാന ബഖാഉഹു മഖ്സൂദൻ, മനുഷ്യൻ്റെ ശേഷിപ്പ് ഇവിടെ മഖ്സൂദുമാണ്. മനുഷ്യനിവിടെ നിലനിൽക്കണമെന്നത് ശറഈന് ഉദ്ദേശമുണ്ട്. മനുഷ്യന്മാരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നശിച്ചു പോകട്ടെ എന്നല്ലല്ലോ ശറഈൻ്റെ ഉദ്ദേശം. ശറഈൻ്റെ ഉദ്ദേശം മനുഷ്യന്മാർ നിലക്കലാണ്. മനുഷ്യന്മാർ നിലനിന്നെങ്കിലല്ലേ ലോകം നിലനിന്നിട്ട് കാര്യമുള്ളൂ. അപ്പം മനുഷ്യൻ നിലനിൽക്കുക എന്നത് ശറഈൽ മഖ്സൂദായ കാര്യവും കൂടിയാണ്. ഇങ്ങനെയായപ്പം ഖളബു, മനുഷ്യന് ദേഷ്യത്തെ നൽകപ്പെട്ടു. അപ്പം മനുഷ്യനിവിടെ ജീവിക്കേണ്ടവനാണ്. എന്നാൽ അവൻ്റെ ജീവിതം അവസാനിക്കാൻ പറ്റുന്ന എമ്പാടും സാഹചര്യങ്ങൾ ലോകത്ത് ഓരോരുത്തരുടെയും മുന്നിലുണ്ട്. അപ്പോൾ ഒരു ദേഷ്യം നൽകി. അപ്പോൾ ഈ ദേഷ്യത്തെ നൽകുമ്പം ഈ ദേഷ്യം കാരണം എന്ത് ചെയ്യും? തന്നെ നശിപ്പിക്കുന്ന ഏതൊരു കാര്യത്തെയും അവൻ തടയും. എന്താ ഖളബ്? വഹുവ ഖുവ്വത്തുൻ ഹമിയ്യത്തുൻ തസൂറു മിൻ ബാത്തിനിഹി, ഒരു പ്രതികാരമെടുക്കാനുള്ള ശക്തി, അതാണ് ദേഷ്യം. ഖുവ്വത്തുൻ ഹമിയ്യ, അത് തസൂറു മിൻ ബാത്തിനിഹി, ഒരുത്തൻ്റെ ഉള്ളിൽ നിന്നിങ്ങോട്ട് ഇളകി പുറപ്പെടും. ആ ഖുവ്വത്താണ് ഇളകി പുറപ്പെട്ട ഫഖലഖല്ലാഹുൽ ഖളബ, അപ്പോൾ അല്ലാഹു തആല അത് ശേഷത്തിലേക്ക് പറയണം. അപ്പം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു പ്രതികാരദാഹം, അതാണ് ഖളബ്. അത് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരലാണ് ആ പ്രതികാരദാഹം. ഇത് മനുഷ്യന് ആവശ്യമാണ്. അതായത് നമുക്ക് ദേഷ്യത്തെ സംസ്കരിക്കുകയാണ് വേണ്ടത്, ദേഷ്യത്തെ പറ്റില്ലാതാക്കല്ല. മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളും മനുഷ്യന് ആവശ്യമാണ്. പക്ഷേ അതൊക്കെ സംസ്കരിക്കപ്പെടണം, നല്ല നിലയ്ക്ക് കൊണ്ടുനടക്കണം എന്നുള്ളതാണ് പ്രധാനം. അപ്പം ദേഷ്യം നമുക്ക് നൽകപ്പെട്ടതിൻ്റെ ഉദ്ദേശം ഇതാണ്. മനുഷ്യൻ ജീവിക്കേണ്ടവനാണ്, പക്ഷേ അവൻ്റെ ജീവിതം വഴിമുട്ടിപ്പോകുന്ന സാഹചര്യങ്ങളെമ്പാടും മുന്നിലുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരും, പ്രതിരോധിക്കേണ്ടി വരും. ഇതിനൊക്കെ ദേഷ്യം എന്ന സാധനം വേണം, അതിൽ പ്രതികരിക്കാൻ കഴിയില്ല. അപ്പോൾ ഫഖലഖല്ലാഹുൽ ഖളബ, അല്ലാഹു തആല ദേഷ്യത്തെ പടച്ചു. വഗറസഹ ഫീ ബാത്തിനിൽ ഇൻസാൻ, മനുഷ്യൻ്റെ ഉള്ളിൽ അതിനെ അവൻ സന്നിവേശിപ്പിച്ചു. മനുഷ്യൻ്റെ ഉള്ളിൽ അതിനെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തി. അപ്പോൾ ഫൈദാ ഖുസിദ, അവനെ ഉദ്ദേശിക്കപ്പെട്ടാൽ, ഈ മനുഷ്യനെ ആക്രമിക്കാനോ അവമതിക്കാനോ ഒക്കെ ആരെങ്കിലും വരുമ്പം ഇഷ്തഅല നാറുൽ ഖളബ്, ദേഷ്യത്തിൻ്റെ തീനാളം അങ്ങോട്ട് ആളിക്കത്തും. വസാറ സൗറാനൻ, അവൻ ഒരു ഇളകലിളകും. യഗ്ലി ബിഹ ദമുൽ ഖൽബ്, ഹൃദയത്തിലെ രക്തം അത് കാരണം ഇങ്ങനെ തിളച്ചു മറിയും. ഹൃദയത്തിലെ രക്തം തിളച്ചു മറിയുന്ന രീതിയിൽ പ്രതികാരം അവന് തോന്നും. വയന്തശ്റു ഫിൽ ഉറൂഖ്, അവൻ്റെ ഞരമ്പുകളിലൂടെ രക്തം അങ്ങനെ വ്യാപിക്കും. രക്തം ബീപ്പിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും.
വതർത്തഫിഉ ഇലാ അഹ്ലി അഅ്ലൽ ബദൻ, അത് ശരീരത്തിൻ്റെ മുകളിലേക്ക് അഥവാ തലച്ചോറിലേക്ക് അത് പൊന്തും ആ രക്തം. കമാ തർത്തഫിഉ അന്നാറു അവിൽ മാഉ അല്ലദീ യഗ്ലി, തിളക്കുന്ന വെള്ളം അല്ലെങ്കിൽ തീയൊക്കെ മുകളിലേക്ക് പൊന്തുന്ന പോലെ. നിങ്ങളിത് മനസ്സിലാക്കണം. ഈ ദേഷ്യം എന്ന് പറഞ്ഞാൽ അവർ തനിച്ച തീയാണ്. ആ തീ സാധാരണ തീ കത്തൽ എങ്ങനെയാണ്? അടിയിൽ നമ്മളിങ്ങനെ ഊതി കത്തിച്ചിങ്ങനെ ചെറുങ്ങനെ കത്തിപ്പിടിച്ച് പിന്നെ മേപ്പോട്ടൊരു പൊന്തല. നമ്മളതുപോലെ തീ കത്തിക്കുമ്പോൾ, ഒരു വെള്ളം കലത്തിലാക്കി തീ കത്തിക്കുമ്പോൾ വെള്ളം തിളക്കും. വെള്ളം തിളക്കുന്നത് മുകളിലോട്ടാണ് എന്നതുപോലെ ഇതെന്ത് ചെയ്യും? ഒരൊറ്റടിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പം തന്നെ അപായപ്പെടുത്തുന്ന, തനിക്ക് ദേഹോപദ്രവമേൽപ്പിക്കുന്ന വല്ല കാര്യങ്ങളുണ്ടാകുമ്പം ഇവൻ്റെ മനസ്സിൽ നിന്ന് ഈ സാധനങ്ങൾ പുറത്തേടും. ഇങ്ങോട്ട് ആളിങ്ങോട്ട് കത്തും. അങ്ങനെ തലച്ചോറ്റിക്കാട് കയറും ഈ രക്തം നേടും. രക്തം ഇങ്ങോട്ട് BP ഇങ്ങോട്ട് കൂടും. അങ്ങനെ തലച്ചോറിലേക്കൊരു കയറ്റം. ആ കയറ്റം കൂടുമ്പോഴാണ് നമുക്ക് പല അപകടങ്ങളുണ്ടാവല്. അതല്ലെങ്കിലോ ആ ദേഷ്യത്തിനോട് പലതും ചെയ്യും. കാരണം ഓൻ്റെ രക്തം ഇങ്ങനെ തിളച്ച് മറിയണം. അതിൻ്റെ കാരണം അവനെ അവമതിക്കാനോ അവനെ ഇല്ലാതെയാക്കാനോ നിഷ്കാസനം ചെയ്യാനോ ഉള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായി എന്നതായിരിക്കും അതിൻ്റെ കാരണം. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ദേഷ്യം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ദേഷ്യം മനുഷ്യന് ആവശ്യമാണ്. അത് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് ഇഹ്ലാക്കിൻ്റെ കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ള നിലക്കാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പം ഒരു മനുഷ്യനിൽ നിന്ന് തിളച്ചു മറിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് യഥാർത്ഥത്തിൽ ദേഷ്യം എന്ന് പറയുന്നത്. ആ ദേഷ്യത്തിൻ്റെ പേരിൽ പിന്നെ എന്തൊക്കെ ഉണ്ടാവും? വകദാലിക യൻസബ്ബു ഇലൽ ബശറ, ചിലപ്പോൾ അത് തൊലിയിലേക്കെത്തും. ഇപ്പം രക്തത്തിൽ ഉള്ള കാര്യമാണ്. രക്തം ഇങ്ങനെ തിളച്ച് പറയും. നമ്മൾ പറ്റ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഒന്ന് BP എടുത്ത് നോക്കിയാൽ മതി. ഹൈ റേഞ്ചിലായിരിക്കും ആ സമയത്ത് BP ഉണ്ടാവുക. ഇതൊക്കെ രക്തത്തിനും ശരീരത്തിൻ്റെ ഉള്ളിലുള്ളൂ. ഇനി ശരീരത്തിൻ്റെ പുറത്ത് ചിലതൊക്കെ പുറടാകും. അതാ വകദാലിക യൻസബ്ബു ഇലൽ ബശറ, ചിലപ്പോൾ തൊലിയിലേക്ക് വരും. അങ്ങനെ ഫതഹ്മറൂന, ചൊലി ഇങ്ങനെ ചുവക്കും. ചിലപ്പോൾ ദേഷ്യം പിടിച്ചാണ് ചില മുഖമൊക്കെ ഇങ്ങനെ ചുവന്നിട്ട് വരും. ഫൈദാക്കാന്നൽ ഖദബു അലാ മൻ ദൂനഹു, ദേഷ്യം തൻ്റെ താഴെയുള്ളവരുടെ മേലിലാണെങ്കിൽ, നമ്മളെക്കാളും താഴെയുള്ള ശക്തിയിൽ വയസ്സിൽ ഒക്കെ നമ്മളെക്കാളും താഴെയുള്ള ആളുടെ ദേഷ്യം പിടിച്ചാൽ അങ്ങനെ വസ്തശ്അറ അൽ ഖൗഫ വൽ ബഅ്സ, അവൻ പേടിയെയും പിന്നെ ബഅ്സ് ശക്തി അവൻ പ്രതികരിക്കാന്നർത്ഥം, ഇതൊക്കെ അവനോട് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ ചെറിയൊരു കുട്ടി തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ അയാളുടെ ദേഷ്യം പിടിക്കുമ്പം, ദേഷ്യം കണ്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരുതരം പേടി മനസ്സിൽ വരും. എന്തിനാണ് ആ സാധുവിനെ എന്തെങ്കിലും ചെയ്യണത്, പാവം എന്നൊക്കെ വിചാരിക്കും. അപ്പം തവല്ലത മിൻഹു ഇൻഖിബാദുദ്ദം, ആ സമയത്ത് രക്തത്തിൻ്റെ സങ്കോചമുണ്ടാവും. ഈ തിളച്ചു മറിഞ്ഞ രക്തം എന്ത് ചെയ്യും? നേരെ താഴേക്ക് പോരും. ആരോഹണം നടത്തി മുകളിലേക്ക് പോയ രക്തം അവരോഹണം നടത്തി താഴേക്ക് വരുമെന്നർത്ഥം. വസാറ ഹുസനൻ, അത് ദുഃഖമായിട്ട് മാറും. അപ്പോൾ ഈ ദേഷ്യം അവന് നേരെ കോലം മാറും. ദേഷ്യം പിടിച്ചിട്ടാണ് അതൊക്കെ സംഭവിച്ചത്. പിന്നെ അവന് പെട്ടെന്ന് എന്തിനാണ് മോശം എന്ന് വിചാരിക്കുമ്പോൾ മാണ്ടില്ലായിരുന്നു, ടെൻഷനായിട്ട് മാറും. പിന്നെ ഇതേ ഖദബ് ചെയ്യും? ഹുസനായിട്ട് മാറും. വസ്ഫറലവനുഹു, അവൻ്റെ നിറം മഞ്ഞ കളറാവും. ആ ചുവന്ന കളറായിരുന്ന രക്തം ശരീരം മഞ്ഞ കളറാവും. നാണം കുടുങ്ങുമ്പോഴാണ് മഞ്ഞ കളറാവുക. ശരീരം മഞ്ഞളിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ വേണ്ടില്ല, ആകെ മാനം മോശമായല്ലോ എന്ന് സ്വയം ഹയാവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാവും. വൈൻകാനാല നദീരിഹി, തൻ്റെ നദീർ തൻ്റെ സമകാലികനായ ആളോടാണ് ദേഷ്യമെങ്കിലോ തറദ്ദമു ബൈന ഇൻഖിബാദിൻ വംബിസാത്തിൻ, രക്തം അങ്ങനെ തറദ്ദുതായി നിൽക്കും. ഇൻഖിബാദ് വേണോ ഇംബിസാത്ത് വേണോ, ഇതിങ്ങനെ തിളക്കണോ അതോ സങ്കോചിക്കണോ എന്ന കാര്യത്തിൽ. അപ്പം ചിലപ്പോൾ ശരീരം മഞ്ഞ കളറാവും, ചിലപ്പോൾ ചുവന്ന കളറാവും. ഇൽത്തിറാബുണ്ടാവും. ദേഷ്യം കണ്ട് വരും, അവിടെ പോവും, പിന്നെയും വരും, പോവും, ഇങ്ങനെക്കും. തൻ്റെ സമകാലികനായ ആളോടാണ് നമ്മൾ ഈ ദേഷ്യം പിടിക്കുന്നത് എങ്കിൽ, കാരണം അവിടെ പലതും ചെയ്യാൻ കഴിയും, ചെയ്യേണ്ടതും കഴിയും. അങ്ങനെ രണ്ടും കെട്ടൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും. ചുരുക്കി പറഞ്ഞ ജുംല മൊത്തത്തിൽ മഹല്ലുൽ ഖദബി അൽ ഖൽബ്, ദേഷ്യത്തിൻ്റെ മഹല്ല് ഖൽബാണ്. മഅനാഹു, ദേഷ്യം എന്ന് പറഞ്ഞാൽ ഗലയാനു ദമിൽ ഖൽബി ലിതലബിൽ ഇന്തിഖാം, ഖൽബിലെ ദമിൻ്റെ തിളക്കൽ, മനസ്സിൻ്റെ രക്തം തിളക്കുക. എന്തിനുള്ള തൊലബിൽ ഇന്തിഖാം, ശിക്ഷയെ പിടിക്കാൻ വേണ്ടി, ഒരാളെ ശിക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ രക്തം തിളക്കുന്നതിനാണ് ദേഷ്യം എന്ന് പറയുന്നത്. അതിനിപ്പോൾ അവസാനക്ക് പറയാനുള്ളത് മഅനാഹു ഗലയാനു ദമിൽ ഖൽബ് ലിതലബിൽ ഇന്തിഖാം, ശിക്ഷയെ പിടിക്കാൻ, ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി, ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, ശിക്ഷ ഉണ്ടാക്കുക. ഇന്തിഖാം, ഒരാളിൽ നിന്ന് പിന്നെ ശിക്ഷയെ
പിടിക്കുക, തേടുക. ഇതിന് വേണ്ടിയിട്ട് മനസ്സിൻ്റെ രക്തങ്ങൾ തിളക്കുക. ഇതിനാണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനുഷ്യനിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. അള്ളാഹു തആല മനുഷ്യനെ പടച്ചിട്ടുണ്ട്. അത് പടച്ചതിൻ്റെ ഉദ്ദേശം അവൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ അഹ്കാമിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് കയറാറുണ്ട്. തൽക്കാലം നിൽക്കട്ടെ. അസ്സലാമു അലൈക്കും.